സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന് പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും പൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും താമരശ്ശേരി രൂപതയിലെ വ്യത്യസ്തനായ ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട മയിലാടൂരച്ചൻ. ഇടവക നവീകരണത്തോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക മേഖലയിലും തൻ്റെ ശുശ്രൂഷയെ വ്യാപിപ്പിച്ച ഫാദർ ജോസഫ് മയിലാടൂരാണ് ഇത്തവണ പാദമുദ്രയിൽ നമ്മളോടൊപ്പം. ഈ വൈദികന്റെ പാദമുദ്രകളെ നമുക്ക് പിൻചെല്ലാം. സ്നേഹബഹുമാനപ്പെട്ട മയിലാടൂരച്ചന് അദ്ദേഹം തൻ്റെ പൗരോഹിത്യ ജീവിതം പ്രധാനമായിട്ടും നിർമ്മലഗിരി തലശ്ശേരി രൂപതയുടെ നിർമ്മലഗിരി കോളേജിലെ ബസാറായിട്ട് സേവനം ചെയ്തുകൊണ്ട് രൂപതയെ കെട്ടിപ്പടുക്കുവാൻ, കോളേജിനെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ്. അതിനുപരിയായിട്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന വലിയ ദാനമായ പൗരോഹിത്യം ആലുവ മേജർ സെമിനാരിയിലെ കുട്ടികളുടെ സ്പിരിച്വൽ ഫാദറായിട്ട് സേവനം ചെയ്യുകയും പുരോഹിതരെ വാർത്തെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മയിലാടൂരച്ചൻ്റെ ജീവിത സേവനങ്ങളിൽ പലപ്പോഴും ഒരു ആധ്യാത്മിക നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. താമരശ്ശേരി രൂപതയിലെ സീനിയർ വൈദികരിൽ ഒരാളായ ബഹുമാനപ്പെട്ട ജോസഫ് മയിലാടൂരച്ചനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ് എന്നും എൻ്റെ മനസ്സിലുള്ളത്. വളരെ പഴയ കാലം മുതലുള്ള ഓർമ്മകൾ അച്ഛനുമായിട്ട് എനിക്കുണ്ട്.
അതിൻ്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും എപ്പോഴും സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട മയിലാടുതുറ അച്ഛൻ നമുക്ക് പറയാനായിട്ട് കഴിയും. ഒരിക്കൽ കണ്ടുമുട്ടിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും അച്ഛനെ മറക്കുവാനായിട്ട് കഴിയുകയില്ല. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ബഹുമാനപ്പെട്ട മയിലാടുതുറ അച്ഛനെക്കുറിച്ച് ആളുകൾ പറയാറുള്ളത്. ആർക്കും എപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാവുന്നിടത്തോളം അത്രയും ലാളിത്യമുള്ള സ്വഭാവമായിരുന്നു ബഹുമാനപ്പെട്ട മയിലാടുതുറ അച്ഛൻ്റെ പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കുവാനായിട്ടുള്ളത്. 1967 മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ച് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച മയിലാടൂരച്ചൻ ഏറെ സന്തോഷത്തോടെയാണ് തൻ്റെ ദൈവവിളിയെക്കുറിച്ച് നമ്മോട് പറയുന്നത്. ഒരു വൈദികനാകുവാനുള്ള സ്വാധീനം എന്നെ ചെലുത്തിയത് ആദ്യകാലത്ത് പരിചയപ്പെട്ടിട്ടുള്ള വൈദികരെയാണ്. അവരുടെ സമർത്ഥമായ ഭരണരീതിയും അതുപോലെ തന്നെ ദൈവഭക്തിയും എന്നെ ഒരു വൈദിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒത്തിരി ഉപകരിച്ചു എന്നുള്ളൊരു വലിയ സത്യമാണ്. എൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അത്. കുന്നോത്ത് പെറ്റ് സെമിനാരിയിലെ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നുവെങ്കിലും അവിടെ വന്ന് പഠിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്ന് ഞങ്ങൾ പഠിച്ച എല്ലാവരും വൈദികരായി തീർന്നു. അവരെല്ലാം സ്തുത്യർഹമായ സേവനം ഇടവുകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഊട്ടിയാനി പീഠച്ചൻ്റെ സ്നേഹവും ആധ്യാത്മികതയും ഞങ്ങൾക്കെല്ലാം ഒത്തിരി ഒത്തിരി സ്വാധീനം ചെലുത്തിയ വലിയ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ കൂടുതൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് ആ കാലഘട്ടം ഞങ്ങൾക്ക് ഉപകരിച്ചു എന്നുള്ളത് തീർച്ചയാണ്. ഏത് ചൂഴ്ന്നിൽക്കപ്പെട്ട അവസരത്തിലും ഏത് വിഷമഘട്ടങ്ങളിലും മുമ്പോട്ട് പോകാനുള്ള ശക്തി ലഭിച്ചത് ആ കാലഘട്ടത്തിലെ ജീവിതമായിരുന്നു. യാതൊരു സൗകര്യവുമില്ലാതെ കിടന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ പല ഇഴജന്തുക്കളും രാത്രിയിൽ കിടക്കുമ്പോൾ വന്ന് ദ്രോഹിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വലിയ തിക്താനുഭവങ്ങളുണ്ടായ സംഭവങ്ങൾ അവിടെ ധാരാളമായിട്ടുണ്ട്. അപ്പോഴവരൊക്കെ എങ്ങനെയായിരുന്നു യാതൊരു അപകടവും കൂടാതെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നല്ല വൈദികരായി രൂപതയുടെ വിവിധ ഭാഗങ്ങളിലായി സേവനം ചെയ്യുകയാണ്. കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശമായ കിളിയന്തറയിൽ സ്വതന്ത്ര വികാരിയായി മയിലാടൂരച്ചൻ സ്ഥാനമേൽക്കുന്നത് 1969 മീനമാസത്തിലാണ്. തുടർന്ന് 4 വർഷക്കാലം കിളിയന്തറ ഇടവകയുടെ സമഗ്ര വികസനത്തിനാണ് അച്ഛൻ തുടക്കം കുറിച്ചത്. കിളിയന്തറ ആദ്യമായി വികാരിയായി എത്തിയപ്പോൾ അവിടെ സ്കൂളിൽ സൗകര്യക്കുറവായിരുന്നു. പിന്നീട് അവിടെ ഓടിട്ട നല്ല കെട്ടിടം ഉണ്ടാക്കി കുട്ടികൾക്ക് പഠന സൗകര്യം ഉണ്ടാക്കി. അതിനുശേഷം പിന്നീട് 2 വർഷത്തേക്ക് പാലാവേൽ ഇടവകയിലേക്ക് പോയി. അച്ഛനുമായി എനിക്കേറെ സൗഹൃദ ബന്ധമാണുള്ളത്. വൈദിക പരിശീലനത്തിൻ്റെ ആരംഭഘട്ടത്തിൽ മൈനർ സെമിനാരിയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. അച്ഛൻ എൻ്റെ ജസ്റ്റ് സീനിയറായിരുന്നു. ഞങ്ങളുടെയൊക്കെ ബീഡിലും കൂടി ആയിരുന്നു. അന്നത്തെ കാലത്ത് ബീഡിലിന് വലിയ അധികാരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഏറെ പേടിയോടും അതേസമയം ഭയത്തോടും സ്നേഹത്തോടും കൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മയിലാടൂരച്ചൻ. നൈറ്റ് സ്റ്റഡിയുടെ സമയത്തൊക്കെ ഞങ്ങൾ വർത്തമാനം പറയുകയാണെങ്കിൽ പുറകിക്കട വന്നിട്ട് നല്ല തല്ല് വെച്ച് തരുന്ന കൂട്ടത്തിലായിരുന്നു അച്ഛൻ. എന്നാലും അല്ലാത്ത സമയങ്ങളിലെല്ലാം ഏറെ ഒരു നല്ല സഹോദരനെ പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും നയിക്കുകയും ചെയ്തിരുന്ന ആ നല്ല വീടിനെ കുറിച്ചുള്ള സ്മരണകൾ ഇപ്പോഴും മനസ്സിൽ ഞങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. അതിനുശേഷം വൈദികനായതിനു ശേഷവും കുറേ കാലം തലശ്ശേരി അതിരൂപതയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.
എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് അച്ഛൻ്റേത്. പുഞ്ചിരിയോടെ എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവരോടും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി ആയിരിക്കുകയും ചെയ്യാനുള്ള അച്ഛൻ്റെ കഴിവ് ഒന്ന് പ്രത്യേകം തന്നെയാണ്. ഞങ്ങളുടെ വികാരിച്ചനായിട്ട് 1969 മുതൽ 72 വരെ കിളിയന്തരയിൽ സേവനം ചെയ്ത അച്ഛനാണ് ജോസഫ് മയിലാടൂരച്ഛൻ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവക ജനത്തിന് വളരെ സ്നേഹനിർഭരമായ ഓർമ്മകളാണുള്ളത്. അച്ഛൻ ആത്മീയ തലത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉന്നതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശത്തെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വിദ്യാലയത്തിൽ, ഹൈസ്കൂൾ വിദ്യാലയത്തിലെ ഒരു പ്രത്യേക ഭാഗം അദ്ദേഹം നിർമ്മിച്ചതാണ്. ഇന്ന് ഈ പ്രദേശത്തെ ഈ പള്ളിയുടെ പരിസരത്തുമുള്ള ഹൈസ്കൂളിൻ്റെ ഭാഗത്തുള്ള തെങ്ങ് മുഴുവൻ അച്ഛൻ നട്ടുപിടിപ്പിച്ചതാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിലും അതുപോലെ തന്നെ മറ്റു ഭൗതിക പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളിലും ശ്രദ്ധനായിരുന്നു. അതുപോലെ അച്ഛൻ ആത്മീയ രംഗത്തെ ജനങ്ങളുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഭവന സന്ദർശനങ്ങൾ നടത്തുന്നതിൽ വളരെയധികം തൽപരനായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഒരു ബാല്യം കഴിഞ്ഞ് യൗവനകാലത്ത് യുവത്വത്തിലേക്ക് കാലുവന്ന ആ കാലത്താണ് അച്ഛനിവിടെ ഉണ്ടായിരുന്നത്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അധ്യാപകനായി റിട്ടയർ ചെയ്തതാണ്. അധ്യാപക വൃത്തിയിലേക്ക് എന്നെ അച്ഛനാണ് കൈപിടിച്ച് ഉയർത്തിയത്. അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് ഒരു അഡ്മിഷനൊക്കെ മേടിച്ച് തന്ന് TTC വിദ്യാഭ്യാസം നൽകി ഈ സ്കൂളിൽ അധ്യാപകനാക്കാൻ അച്ഛൻ പ്രേരിപ്പിച്ചു. വ്യക്തിപരമായി എനിക്ക് നല്ല ഓർമ്മകൾ അച്ഛനെ പറ്റിയുള്ളത്. അതുപോലെ അച്ഛൻ ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ വന്ന് വളരെ സ്നേഹത്തോടെ ആ കൂട്ടായ്മയിലെ കുടുംബാന്തരീക്ഷത്തിൽ പെരുമാറുന്നതൊക്കെ നല്ലതായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. പഠിച്ചിരുന്ന കാലത്തും ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷവും മറ്റ് അധ്യാപക പരിശീലന കാലത്തും ഒക്കെ ഇവിടെ അല്ലെങ്കിൽ പോലും അച്ഛൻ്റെ അനുഗ്രഹവും ആശംസകളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. പള്ളിയോട് ചേർന്നുള്ള സ്കൂളിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ അച്ഛൻ ബദ്ധശ്രദ്ധാലുവായിരുന്നു. മനോഹരമായ ഒരു സ്കൂൾ മൈതാനം അച്ഛൻ്റെ ശ്രമഫലമായാണ് ഇവിടെ ഉണ്ടായത്. ആയിരത്തി 1969-72 കാലഘട്ടത്തിലാണ് മയിലാടൂരച്ഛൻ കിളിയന്തറ പള്ളിയിൽ വികാരിയായിട്ട് വരുന്നത്. ആ കാലഘട്ടത്തിൽ ഹൈസ്കൂൾ തുടങ്ങിയത് 64-ലായിരുന്നെങ്കിലും 2-3 ബാച്ച് കഴിഞ്ഞു പോയി. സ്കൂളിലെ പരിമിതമായ സൗകര്യങ്ങൾ ഇപ്പോൾ പുറയിൽ കാണുന്ന LP സ്കൂളിൻ്റെ പഴയ കെട്ടിടത്തിലായിരുന്നു ഹൈസ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പുതിയ സ്ഥലം കണ്ടെത്തി ഹൈസ്കൂൾ കുറേ പണിതെങ്കിലും അതിൻ്റെ ബാക്കിയായി കുറേ പണികൾ ചെയ്യാനുണ്ടായിരുന്നു. സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ള കിളിയന്തര ഇടവകയിൽ ആ കാലത്ത് അത്രയും ശ്രമകരമായ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമായിരുന്നു. എങ്കിൽ പോലും അതിനെല്ലാം വളരെ ഭംഗിയായി അച്ഛൻ്റെ നേതൃത്വത്തിൽ അച്ഛൻ 2 നില കെട്ടിടമുള്ള ഒരു വലിയ ഓഫീസ് റൂം അടക്കമുള്ള കെട്ടിടം പണിയുകയും സ്കൂൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അതിന് വലിയൊരു ഗ്രൗണ്ട് നിരത്തി അതിന് ചുറ്റും തെങ്ങുകൾ വെച്ച് പിടിപ്പിച്ചു. സാമ്പത്തികമായി വളരെ പരാധീനമുള്ള കാലത്ത് കൃഷിപ്പണികളിൽ ആരും കാര്യമായ മുൻതൂക്കം കൊടുക്കാതിരുന്ന കാലഘട്ടത്തിൽ പോലും സ്കൂളിന് ചുറ്റും പരിസര പ്രദേശങ്ങൾ മുഴുവൻ ഇന്ന് പള്ളിയോട് ചുറ്റും കാണുന്ന എല്ലാ തെങ്ങുകളും അച്ഛൻ്റെ ശ്രമഫലമായി ഓരോ വീടുകളിൽ പോയി വിത്ത് തേങ്ങ ശേഖരിച്ച് കൊണ്ടുവന്ന് നട്ട് ഓരോ ദിവസവും ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ കൂടെ നടന്ന് അതിന് വേണ്ട വെള്ളവും വളമെല്ലാം ചെയ്യുന്നതിന് വളരെ ശ്രദ്ധ ചെലുത്തി അച്ഛൻ്റെ പരിശ്രമഫലമായാണ് അന്ന് കിളിയന്തര ഇടവകയിൽ ഇത്രയും വലിയ തെങ്ങുള്ള സമൃദ്ധി നിലനിൽക്കുവാൻ അച്ഛനിടയാക്കി. അത് ഓരോ മക്കളുടെയും മനസ്സിൽ വലിയ ഓർമ്മയാണ്. കൂടാതെ മേക്കുന്നിൽ അച്ഛനായിരുന്നു അന്ന് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. 2 അച്ഛന്മാർ പള്ളിയിലുണ്ടായിരുന്നപ്പോൾ പള്ളിയിലെ കാര്യത്തിന് വളരെ സമയം അച്ഛൻ കണ്ടെത്തിയിരുന്നു. ഓരോ വീടുകളിൽ സന്ദർശിക്കാനും രോഗികളെ സന്ദർശിക്കാനും പാവപ്പെട്ടവരെന്നും പണക്കാരൊന്നും വ്യത്യാസമില്ലാതെ ഓരോ മക്കളുടെ ഇടയിൽ പോയി അവരുമായി വളരെ സൗഹാർദ്ദപരമായി ഇടപെടുകയും കരുണ കാണിക്കേണ്ട വലിയ മാതൃക അച്ഛൻ നൽകുകയും ചെയ്തു. അത്രയും സ്നേഹത്തോടെ മക്കളോട് ഇടപെടാനുള്ള ഒരു വികാരിച്ചൻ്റെ വലിയ ഒരു സ്നേഹം അച്ഛനോട് ഞങ്ങൾക്ക് കാണാൻ കഴിയുക. മയിലാടൂരച്ഛനെ ഓർക്കുമ്പോൾ ഇടവാജനത്തിന് മുഴുവൻ മനസ്സിൽ വലിയൊരു ഓർമ്മയാണ് അച്ഛൻ.
അച്ഛൻ്റെ ആ സൗമനസ്യമായ ഇടപെടലും പെരുമാറ്റവും സ്നേഹമിശ്രണമായ പുഞ്ചിരിയും എല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നതാണ്. അച്ഛൻ 3-4 വർഷക്കാലം ഇടവകയിൽ ചെയ്ത സേവനം അവിസ്മരണീയമായ കാലഘട്ടമായിരുന്നു. വൈദികരോടുള്ള തൻ്റെ ഏറ്റവും സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു അന്ന് പ്രഥമ ഹെഡ്മാസ്റ്ററായിട്ടിരുന്ന ബഹുമാനപ്പെട്ട തോമസ് മാമ്പഴകൽ അച്ഛൻ്റെ യാത്രയയപ്പ് യോഗം വയ്ക്കുകയും അന്ന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സ്കൂൾ ഹാളിൽ അനാച്ഛാദനം ചെയ്യുകയും ഉണ്ടായി. തുടർന്ന് അനേകം കാറുകളുടെയും വാഹനങ്ങളകമ്പടിയോടെ മരുതോങ്കര പള്ളിയിലേക്ക് അച്ഛനെ യാത്രയയപ്പ് നൽകുകയുണ്ടായി. അച്ഛൻ്റെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു തൊട്ടടുത്ത ദേവാലയമായ പേരട്ട സെൻറ്റ് ആൻ്റണീസ് ദേവാലയം തുടക്കം കുറിച്ചത്. അച്ഛൻ ഈ ഇടവകയ്ക്ക് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഒരു കാലത്തും മറക്കുവാൻ കഴിയാത്തതും തലമുറകൾ തോറും അത് പറയുകയും ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. കിളിയന്തറയിലെ ആരാധനാമഠം സന്യാസിനി സമൂഹത്തിന് മയിലാടൂർ അച്ഛനെക്കുറിച്ച് ഏറെ പറയാനുണ്ട്. പുഞ്ചിരിപ്പൂ നിലവാണ് ആനനത്തിൽ സദാനേരം എന്തു തന്നെ സംഭവിച്ചാലും കാൺമൂ എന്തു തന്നെ സംഭവിച്ചാലും ഗൗരവമേറിടുന്ന കാര്യങ്ങൾ ശിരസിലുണ്ട് ശാന്തമായി മേവുമീത്താതൻ സദാ ശാന്തമായി മേവുമീത്താതൻ പാലം കുലുങ്ങിയാലും കേളനോ കുലുക്കമില്ല മയിലാടൂർ ജോസഫ് അച്ഛനെ നോക്കൂ. തങ്ങളുടെ സന്യാസ ജീവിതത്തിന് ഈ വൈദികൻ തീർച്ചയായും ഒരു പ്രേരക ശക്തിയായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ പിതൃവാത്സല്യവും ലാളിത്യവും ഈ സന്യാസിനിമാർക്ക് ഏറെ ആശ്വാസകരമായിരുന്നു. ബഹുമാനപ്പെട്ട മയിലാടൂറച്ചൻ അതൊരു സംഭവമാണ്. 1969 ഞങ്ങളിവിടെ നോഷിറ്റിൽ വന്നപ്പോൾ ഇവിടുത്തെ വികാരീശൻ ബഹുമാനപ്പെട്ട ജോസഫ് മയിലാടൂറച്ചനായിരുന്നു. യോസേപ്പ് പിതാവിൻ്റെ വലിയൊരു ഭക്തൻ. ഏത് പ്രശ്നവും വളരെ ശാന്തതയോടെ സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുമായിരുന്നു. ഞങ്ങൾ 23 പേരായിരുന്നു നോഷിറ്റിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ നോവിസ് മിസ്ട്രസ് ബഹുമാനപ്പെട്ട റോസ് ബെല്ലാമി ആയിരുന്നു. അച്ഛൻ ആരോട് സംസാരിച്ചാലും ഓരോരുത്തർക്കും ഫീൽ ചെയ്തിരുന്നത് എന്നോടായിരുന്നു ഏറ്റവും ഇഷ്ടമെന്ന്. അത്രമാത്രം ഒരു അപ്പൻ്റെ മനോഭാവത്തോടെയായിരുന്നു അച്ഛൻ്റെ പെരുമാറ്റം. വളരെ പ്രായോഗികമായ നല്ല നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടവകയിലാണെങ്കിൽ ഓരോ കുടുംബത്തിലും നാനാജാതി മതസ്ഥരുടെ ഓരോ കുടുംബങ്ങളിലും കയറി ഇറങ്ങി കുശല പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും നല്ല സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്യും. ഞങ്ങളുടെ മഠത്തിലെ വരികയും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അതുപോലെ ഏറ്റവും നല്ല പ്രാർത്ഥനാ ചൈതന്യത്തോടെയും ഞങ്ങളെ വളർത്തുന്നതിൽ അച്ഛൻ ഒത്തിരി സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട്. ഒരിക്കൽ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ഫീസ്റ്റ് ദിവസം ഞങ്ങളൊരു പാട്ടുണ്ടാക്കി അച്ഛനെക്കുറിച്ച്. സിമ്പിളാണ്, ഹമ്പിളാണ്, നോബിളാണ് വന്യതാതൻ. ബൈബിളിൽ പറയുന്നത് പോലെ കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. യാതൊരു ശക്തിക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല. അത്രമാത്രം ഈശോയുമായുള്ള ഒരു വ്യക്തിപരമായ ബന്ധം അച്ഛനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോയെ പോലെ എല്ലാം ശാന്തതയോടെ സ്വീകരിക്കാനായിട്ട് അച്ഛന് സാധിച്ചത്. ഞാൻ 1972 ഇവിടെ ഉണ്ടായിരുന്നേ. അന്ന് അച്ഛനിവിടെ ഉണ്ടായിരുന്നു. മഠത്തിലൊക്കെ വരുമ്പോഴാണെങ്കിലും എല്ലാവരും കൂടെ നല്ല വലിയവരെന്നോ ചെറിയവരെന്നുള്ള വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ പരിഗണിക്കുകയും അല്ലാതെ അങ്ങനത്തെ ഒരു വ്യത്യാസമൊന്നുമില്ലായിരുന്നു ആരോടും. വഴിക്ക് വെച്ച് കാണുകയാണേലും ഒരു പരിചയപ്പെടുതൽ, ഒരു പേര് ചോദ്യം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് മേരിക്കുന്നേൽ അച്ഛനെ കാണാൻ ചെന്നു. അന്നേരം അന്നത്തെ കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞു. അന്ന് എനിക്കൊരു ഇച്ചിരി അസുഖമൊക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ആ കാര്യമെല്ലാം പറഞ്ഞു. പിന്നെ കർഷകരോടും കൃഷി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒത്തിരി താല്പര്യമായിരുന്നു.
നമ്മുടെ ഈ മഠത്തിൻ്റെ പറമ്പ് മുഴുവൻ അച്ഛൻ നടന്നിട്ടുണ്ട് അന്ന് കാലത്ത് 41 വർഷം മുമ്പ്. അപ്പം അങ്ങനെ എല്ലാവരോടും നല്ല ഒരു പെരുമാറ്റമായിരുന്നു അച്ഛനുണ്ടായിരുന്ന. ആർക്കും സമീപിക്കാമായിരുന്നു എപ്പോഴും. വലിയ തലക്കാനൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു അച്ഛൻ എപ്പോഴും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നിർമ്മലഗിരി കോളേജിലേക്ക് 7 വർഷക്കാലം സേവനം ചെയ്യുവാനായി അഭിമന്യ പിതാവ് പ്രത്യേകമായും അതിനുള്ള നിർദ്ദേശം നൽകി. സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ